എല്ലാവരും ഓണ സെലിബ്രേഷൻ്റെ തിരക്കിലല്ലേ, എന്ത് ഡ്രസ്സ് ഇടും, ഏത് ബ്ലൗസ് ഇടും, എങ്ങനെ ഒരുങ്ങും. ഞാനും ആ തിരക്കിലായിരുന്നു കേട്ടോ. ഡ്യൂട്ടിയുടെ ഇടയിൽ കൂടെ പറ്റുന്ന പോലെ എല്ലാം റെഡിയാക്കി തലേ ദിവസം തന്നെ സാരിക്കൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രിപ്പ് ചെയ്തതിന് ശേഷം 6-7 മണി സമയമാവാറായി, ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി. അപ്പോൾ ഞാൻ സാരിയൊക്കെ പാക്ക് ചെയ്തു. ഹോസ്പിറ്റലിലോട്ട് ചെന്നതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങിയത്. വാർഡിലെ ജസ്റ്റ് കാര്യങ്ങൾ ഓവറൊക്കെ എടുത്തതിന് ശേഷം പറ്റുന്ന സമയം പോലെ ഒരുങ്ങി ഈ താഴെ പൂക്കളൊട്ടെടുത്ത് പോയി ജസ്റ്റ് അവിടുത്തെ ദിയൊക്കെ കത്തിച്ച് അവിടേക്ക് ഒന്ന് റെഡിയാക്കി. ഈ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പാവ നഴ്സുമാരുടെ ഓണം എങ്ങനെയാണ്, ബാക്കി കോളേജിലും ഓഫീസുകൾക്കും ഒക്കെ ഓണത്തിൻ്റെ ലീവൊക്കെ തുടങ്ങി. നമുക്കങ്ങനെ ലീവില്ലല്ലോ, ഡ്യൂട്ടിയും ഓണവും കൂടിയാണ്. ഇതിനകത്ത് മിക്കവും വന്നിരിക്കുന്ന സ്റ്റാഫ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് ഒരുങ്ങി വന്നവരും ഈവനിങ് ഡ്യൂട്ടിക്കുള്ളവരും ഇവിടെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നവരും എല്ലാവരും കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഓണപ്പരിപാടി. എല്ലാ പരിപാടിയും നടക്കത്തുള്ളൂ. കാരണം പേഷ്യൻസ് അതല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ആദ്യം തന്നെ ഈവനിങ് ഡ്യൂട്ടി കയറാൻ പോകുന്ന പിള്ളേർക്ക് നമ്മൾ ഫുഡ് വിളമ്പി. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സദ്യയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നമ്മൾ തന്നെയാണ് ഫുഡ് സെർവ് ചെയ്ത് കൊടുത്തത്. ഞങ്ങൾ കുറച്ച് സ്റ്റാഫ് തന്നെയാണ് ഫുഡ് സെർവ് ചെയ്തത് കേട്ടോ. കാരണം ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ പയ്യന്മാർക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എല്ലാത്തിനും ഒരു രീതിയില്ലേ, ഇലയിടാനും കറി വിളമ്പാനും ഒക്കെ. അപ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാവർക്കും ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഏകദേശം 4 മണിയായപ്പോഴാണ് പിന്നെ ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. നമ്മൾ വിളമ്പിക്കൊടുത്ത കുറച്ച് സ്റ്റാഫും പിന്നെ നമ്മുടെ ഇൻ ഹൗസ് ഡോക്ടേഴ്സും അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പപ്പടമൊക്കെ കണ്ടിട്ട് ലിറ്ററലി 1 വർഷമായി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ഓരോ കറിക്കും. ഒരു മലയാളി ചേട്ടനാട്ടോ വന്ന് ഉണ്ടാക്കിയത്. കാരണം നമ്മളിവിടുത്തെ സ്റ്റാഫിന് എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എല്ലാ വർഷവും പുറത്തുനിന്ന് മലയാളി ചേട്ടൻ വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തരാറ്. ഇതിനിടയ്ക്ക് എനിക്ക് ഡ്യൂട്ടിയും കൂടി ഉണ്ട്. ഈ പരിപാടികളൊക്കെ ചെയ്യുന്നിടയിൽ കൂടെ ഞാൻ ജസ്റ്റ് വാർഡിലും കൂടിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരും. അവിടെ വേറെയും സ്റ്റാഫുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, എന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെയും തിരിച്ച് വരും. അങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്തത്. നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പായസവും പഴവും പപ്പടമുള്ള കോംബോ അത് പറയണ്ടല്ലോ, എല്ലാവർക്കും തന്നെ അറിയാലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ സ്വന്തമായിട്ടുള്ള എൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് തിരിച്ച് ഡ്യൂട്ടിയിലോട്ട് കയറാനുള്ള ഒരു പുറപ്പാടിലാണ്. നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടെടുത്ത സാരി പെട്ടെന്ന് ഊരി മാറ്റി യൂണിഫോം ഇട്ട് ഡ്യൂട്ടിയിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ.